Hello everyone. So moving charges and magnetism എന്നുള്ള ചാപ്റ്ററിന്റെ NCERT സമ്മറിലൂടെ നമുക്കൊന്ന് കടന്നു പോയേക്കാം. സോ ആ ഓരോ പോയിന്റ്സും നമുക്ക് ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് തോന്നിയിരിക്കുന്ന അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്ത് നോക്കാം. സോ സമ്മറിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് the total force on a charge Q moving with velocity v in the presence of magnetic field and electric field respectively is called Lorentz force. So first of all നിങ്ങൾ മനസ്സിലാക്കി വെക്കണം എന്താണ് മക്കളെ ലോറൻസ് ഫോഴ്സ്. ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോകുന്ന സമയത്തും മാഗ്നറ്റിക് ഫീൽഡിലോ മാത്രമല്ല ഒരു ചാർജ് പാർട്ടിക്കിൾ ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉള്ള സ്ഥലത്ത് കൂടെ ഒരു ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അതിന്റെ മുകളിൽ ഒരു ഫോഴ്സ് എക്സൈഡ് ചെയ്യും, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് അതിന്റെ മുകളിൽ ഒരു ഫോഴ്സ് എക്സൈഡ് ചെയ്യും. ഈ രണ്ട് ഫോഴ്സിനെയും കൂടി ചേർത്താണ് നമ്മൾ എന്ത് വിളിക്കുക, ലോറൻസ് ഫോഴ്സ് എന്ന് വിളിക്കുക. സോ അതിന്റെ എക്സ്പ്രഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത് F is equal to Q into V cross B plus E. F is equal to QE plus Q into V cross B. അവിടെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. മാഗ്നറ്റിക് ഫോഴ്സ് Q into V cross B നോർമൽ ടു വി ആറ്റ് വർക്ക് ഡൺ ബൈ ഇറ്റ് ഈസ് സീറോ. ഒരു ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ, ഒരു ക്യൂ എന്നുള്ള ചാർജ് പാർട്ടിക്കിൾ വി വെലോസിറ്റിയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതിന്റെ മുകളിൽ എക്സൈറ്റ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ഈ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഈ മാഗ്നറ്റിക് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ഡിസ്പ്ലേസ്മെന്റ് ഓർ ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി. സോ വർക്ക് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ചോദ്യം നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ദ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ മൂവിംഗ് ചാർജ്? ഒരു മൂവ് ചെയ്യുന്ന ചാർജ് പാർട്ടിക്കിളിന് മുകളിൽ മാഗ്നറ്റിക് ഫീൽഡ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? നോ വർക്ക് ഈസ് ഡൺ ബൈ ദ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ മൂവിംഗ് ചാർജ്. ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് വായിക്കാം. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ദെൻ രണ്ടാമത്തെ സമ്മറി സ്റ്റേറ്റ്മെന്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് എ സ്ട്രേറ്റ് കണ്ടക്ടർ ഓഫ് ലെങ്ത് L ആൻഡ് ക്യാരിങ് എ സ്റ്റഡി കറന്റ് I എക്സ്പീരിയൻസ് എ ഫോഴ്സ് ഇൻ എ യൂണിഫോം എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. നമുക്കറിയാം ഒരു കറണ്ട് ക്യാരിങ് വയർ ഇതൊരു കറണ്ട് ക്യാരിങ് വയർ ആണ്. ഇത് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് നമ്മൾ വെക്കുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഉണ്ടാക്കുന്നതിന്റെ ലെങ്ത് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ വയറോടെ പോകുന്ന കറണ്ട് I ആണെങ്കിൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് B ആണെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും അതിന് നമ്മൾ എക്സൈറ്റ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F is equal to I into L cross B ആണെന്ന്. F is equal to I into L cross B. സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ഒരു സ്ട്രേറ്റ് കണ്ടക്ടർ ഒരു കറണ്ട് ക്യാരിങ് വയർ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവച്ചാൽ അതിന്റെ മുകളിൽ ഫോഴ്സ് എക്സൈഡ് ചെയ്യും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യം നിങ്ങൾ നോക്ക്. A wire is placed parallel to the lines of force in a magnetic field and current flow in the wire. Then ഒരു വയർ വെച്ചിരിക്കുന്നത് എങ്ങനെയാ മക്കളെ? A wire is placed parallel to the lines of force ആണ്. ഫോഴ്സിന്റെ മാഗ്നറ്റിക് ഫീൽഡിന് ഒരു വയർ വെച്ചിരിക്കുന്നത് പാരൽ ആണ്. ഒരു കറണ്ട് ക്യാരിങ് വയർ മാഗ്നറ്റിക് ഫീൽഡിന് പാരലായി വെച്ചാൽ നിങ്ങൾ ആലോചിക്കണേ, ഒരു കറണ്ട് ക്യാരിങ് വയർ ഇതിലൂടെ പോകുന്ന കറണ്ട് I എന്ന് വിചാരിക്കും. ഇത് മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ട് വെച്ചാൽ ഈ ഡയറക്ഷനിൽ തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എങ്കിൽ ഈ കറണ്ട് ക്യാരിങ് വയറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഒരു കറണ്ട് ക്യാരിങ് വയർ മാഗ്നറ്റിക് ഫീൽഡ് പാരലായി വെച്ചാൽ അതിന്റെ മുകളിൽ എക്സൈറ്റ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ILB sin 0. sin 0യുടെ വാല്യൂ സീറോ ആയതുകൊണ്ട് ഫോഴ്സ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഓപ്ഷൻ നിങ്ങൾക്ക് പിക്ക് ചെയ്തോടെ പറ. The wire will experience a force in the direction of magnetic field. The wire will experience a force in the direction opposite to the field. The wire will not experience a force at all. അത് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യോ ഇല്ല. അതേപോലെ നിങ്ങൾ പഠിക്കുന്നുണ്ട് ഒരു ചാർജ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പാരലായിട്ടോ ആന്റി പാരലായിട്ടോ മൂവ് ചെയ്യുമ്പോൾ അതിന്റെ മുകളിൽ എന്ത് എക്സൈഡ് ചെയ്യുന്നില്ല? ഫോഴ്സ് എക്സൈഡ് ചെയ്യുന്നില്ല എന്നും കൂടി നിങ്ങൾ പഠിക്കുന്നുണ്ട്. Then മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കൂ. In a uniform magnetic field B, a charge Q executes a circular orbits in a plane normal to B. Its frequency of uniform circular motion is called cyclotron frequency. ആൻഡ് ഈസ് ഗിവൺ ബൈ, അതായത് നമുക്കറിയാം ഒരു ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ ആ ചാർജ് പാർട്ടിക്കിൾ സർക്കുലർ പാത്തിൽ ഫോളോ ചെയ്യും. സർക്കുലർ പാത്തിൽ ഫോളോ ചെയ്യുന്ന സമയത്ത് ആ സർക്കുലർ പാത്തിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം MV ഡിവൈഡ് ബൈ QB ആണ്. ഈ MVക്ക് നമ്മൾ മൊമെന്റം വെച്ച് ഇക്വേഷൻ പറയാറുണ്ട്, മൊമെന്റം ബൈ QB പറയാറുണ്ട്. ഈ മൊമെന്റത്തിന് നമ്മൾ കൈനറ്റിക് എനർജി വെച്ച് ഇക്വേഷൻ പറയാറുണ്ട്, കൈനറ്റിക് എനർജി √2mk ഡിവൈഡ് ബൈ QB പറയാറുണ്ട്. ആ കൈനറ്റിക് എനർജിയെ ചാർജിന്റെ പൊട്ടൻഷ്യലിന്റെ ഫോമിൽ നമ്മൾ ഇക്വേഷൻസ് പറയാറുണ്ട്. ദെൻ അവിടെ ഉണ്ടാവുന്ന ടൈം പീരീഡിന്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം, ടൈം പീരീഡ് is equal to 2πm ഡിവൈഡ് ബൈ QB ആണ്. അതുപോലെ അവിടുത്തെ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ആണ് മക്കളെ QB ഡിവൈഡ് ബൈ 2πm. സോ ആ ഫ്രീക്വൻസിയെ നമുക്ക് എന്ത് ചെയ്യാം? സൈക്ലോട്രോൺ ഫ്രീക്വൻസി എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. ബിക്കോസ് സൈക്ലോട്രോൺ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു, ആ സ്റ്റേറ്റ്മെന്റ് വായിക്കൂ. സൈക്ലോട്രോൺ വിച്ച് ഈസ് യൂസ്ഡ് ടു ആക്സലറേറ്റ് ചാർജ് പാർട്ടിക്കിളിനെ ആക്സലറേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്? സൈക്ലോട്രോൺ. ആ സൈക്ലോട്രോണിന്റെ ഫ്രീക്വൻസി ആയിട്ട് നിങ്ങൾക്ക് ഇത് പറയാം F is equal to QB ഡിവൈഡ് ബൈ 2πm. ദിസ് ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസിയുടെ ഇക്വേഷനിൽ എന്തില്ല? സ്പീഡും അതേപോലെ വിയും ആറും എന്തില്ല? എഫിന്റെയും ടൈം പീരീഡിന്റെ ഇക്വേഷനിൽ ഇല്ല. സോ ഫ്രീക്വൻസി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാർട്ടിക്കിൾ സ്പീഡ് ആൻഡ് റേഡിയസ്. ഫ്രീക്വൻസി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? സ്പീഡിനെയും അതേപോലെ റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സൈക്ലോട്രോൺ ഈസ് യൂസ്ഡ് ടു ആക്സലറേറ്റ് ചാർജ്ഡ് പാർട്ടിക്കിൾ. സോ അതുമായി ബന്ധപ്പെട്ട ഒരു അസെഷൻ റീസൺ ചോദ്യം നോക്കും മക്കളെ. അസെഷൻ എന്താണ്? സൈക്ലോട്രോൺ ഈസ് എ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു ആക്സലറേറ്റ് പോസിറ്റീവ് അയൺ ആക്സലറേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. ഓക്കെ,
റീസൺ എന്താ? സൈക്ലോട്രോൺ ഫ്രീക്വൻസി ഡിപ്പെൻഡ്സ് അപ്പോൺ വെലോസിറ്റി. സൈക്ലോട്രോൺ ഫ്രീക്വൻസി വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഫ്രീക്വൻസി ഓഫ് സൈക്ലോട്രോൺ എന്താ? F = QB divided by 2πm അല്ലേ? അതായത് സൈക്ലോട്രോണിന്റെ ഫ്രീക്വൻസി വെലോസിറ്റിയെയും റേഡിയസിനെയും ഡിപ്പെൻഡ് ചെയ്യാത്തതാണ്. സോ ചാർജ് പാർട്ടിക്കൽ ആക്സലറേറ്റ് ചെയ്യുന്ന ഡിവൈസ് ആണെന്ന് അസേഷൻ. അതാണ് സൈക്ലോട്രോൺ എന്നുള്ള ഒരു കാര്യം മനസ്സിലേക്ക് കയറട്ടെ. അത് ഫ്രീക്വൻസി എന്നുള്ള സാധനം വെലോസിറ്റിയെയും റേഡിയസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യവും മനസ്സിലേക്ക് കയറട്ടെ. സോ അസേഷൻ ശരിയാണ്. എന്നാൽ റീസൺ എന്താണ്? അസേഷൻ ഈസ് കറക്റ്റ് ബട്ട് റീസൺ ഈസ് ഇൻകറക്റ്റ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്താ? Biot-Savart law asserts that the magnetic field dB due to element dl carrying a steady current I at a point p at a distance r. അതായത് ഒരു കറണ്ട് ക്യാരിങ് വയർ, ഈ കറണ്ട് ക്യാരിങ് വയറോടെ പോകുന്ന കറണ്ട് I ആണ്. അതിലൊരു ചെറിയ എലമെന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് DL എന്ന് വിളിക്കാം. അവിടെ നിന്ന് r ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് പി ഉണ്ടെങ്കിൽ ഈ DL ഉം r നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ ആ പോയിന്റ് പിയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആ DL എന്നുള്ള കറണ്ട് ക്യാരിങ് വയർ സ്മോൾ കറണ്ട് എലമെന്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ μ0/4π IDL sin theta divided by r square. μ0/4π IDL sin theta divided by r square. വേർ അതിന്റെ വെക്ടർ ഫോം ആണ് ഭയങ്കര ഇമ്പോർട്ടന്റ്. അതിന്റെ വെക്ടർ ഫോം ആണ് മക്കളെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. വെക്ടർ ഫോം DB is equal to μ0/4π I into DL cross R divided by r cube. DL cross R divided by r cube. സോ ഈ വെക്ടർ ഫോം മക്കളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. വെക്ടർ ഫോം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ ആ വെക്ടർ ഫോം വെച്ചുള്ള ചോദ്യമാണ് മാഗ്നറ്റിക് ഫീൽഡ് DB ഡ്യൂ ടു എ സ്മോൾ കറണ്ട് എലമെന്റ് DL അറ്റ് എ ഡിസ്റ്റൻസ് R ആൻഡ് എലമെന്റ് ക്യാരിങ് എ കറണ്ട് I. Biot-Savart ലോന്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ Biot-Savart ലോ വളരെ ബേസിക് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള അതിന്റെ വെക്ടർ ഫോമിന്റെ ഇക്വേഷൻ നോക്കിയിട്ട് പറയൂ. DB is equal to μ0/4π I into DL cross R divided by r cube. I into DL cross R divided by r cube. Then fifth statement എന്താ? Magnitude of the magnetic field due to a circular coil of radius R carrying current I at an axial distance x. ഒരു സർക്കുലർ ലൂപ്പിന്റെ ആക്സിസിൽ നിന്നുള്ള എക്സ് ഡിസ്റ്റൻസ് അകലെ ആ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ഉണ്ടാവുന്ന ഫീൽഡ് കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. അതിന്റെ റേഡിയസ്, ഈ സർക്കുലർ ലൂപ്പിന്റെ റേഡിയസ് r ആണെങ്കിൽ ഈ ആക്സിയൽ ഡിസ്റ്റൻസിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ആക്സിസിന്റെ ഇക്വേഷൻ എന്താ? μ0 divided by 2 into r square plus x square all raised to 3/2. r square plus x square all raised to 3/2. ഇതാണ് ആക്സിന്റെ ഇക്വേഷൻ. ഇഫ് ദർ ആർ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ സെന്ററിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ എന്താ? മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് സെന്റർ എന്താ? μ0 I divided by 2r. അതായത് എക്സിന് നിങ്ങൾ 0 കൊടുക്കുകയാണെങ്കിൽ സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ കിട്ടും. ഇവിടെ റിലേഷൻ നിങ്ങൾ പഠിക്കുന്നുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് സെന്റർ ടു മാഗ്നറ്റിക് ഫീൽഡ് ആക്സിസ് ഇസ് ഈക്വൽ ടു 1 plus x square by r square all raised to 3/2. 1 plus x square by r square all raised to 3/2. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നോക്കൂ മക്കളെ. The magnetic field at a distance x on the axis of a circular coil of radius r is 1/8 of that of the center. അതായത് ആക്സിൽ ഉണ്ടാവുന്ന ഫീൽഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആക്സിസ് എന്ന് പറഞ്ഞാൽ സെന്റർ ഉണ്ടാവുന്നതിന്റെ 1/8 ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലായി മാഗ്നറ്റിക് ഫീൽഡ് സെന്റർ ഡിവൈഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ആക്സിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 8 എന്നല്ലേ കിട്ടുക? മാഗ്നറ്റിക് ഫീൽഡ് സെന്റർ ഡിവൈഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ആക്സിസ്. സോ ഇവിടെ നിങ്ങൾ നോക്കൂ, ആ റിലേഷൻ മാഗ്നറ്റിക് ഫീൽഡ് സെന്റർ ഡിവൈഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ആക്സിന്റെ ഇക്വേഷൻ എന്താ? ഫോർ എ ഷോർട്ട് കട്ട് 1 plus x square by r square all raised to 3/2. സോ അത് റേഷ്യോ എടുത്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ്. അതിന്റെ വാല്യൂ 8 എന്ന് പറയുന്നുണ്ട്. 8 is equal to 1 plus x square divided by r square all raised to 3/2. സോ ബോത്ത് സൈഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ക്വയർ ചെയ്യുന്നു. അപ്പൊ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് 8ന്റെ സ്ക്വയർ 64 എന്ന് വരും. സോ ഇവിടെ 1 plus again x square by r square സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ആ 1/2 പോകും, ഇവിടെ 3 മാത്രം. ദെൻ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? ആ ക്യൂബ് ഇങ്ങോട്ട് പോകുമ്പോൾ ക്യൂബ് റൂട്ട് ആവും. 64ന്റെ ക്യൂബ് റൂട്ട് എത്രയാ മക്കളെ? അത് 4 അല്ലേ? സോ 4 is equal to 1 plus x square divided by r square വരും. എടാ മക്കളെ 4 minus 1 3 അല്ലേ? 3 is equal to x square by r square വരും. സോ x square is equal to 3r square. x is equal to root 3r അല്ലെങ്കിൽ r root 3 എന്ന് വരും. x is equal to r root 3. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. സോ ആറാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ആംപിയർ സർക്യൂട്ടൽ ലോ. Let an open surface is bounded by a loop C. Then the Ampere circular law states that closed integral B dot dl is equal to mu0 I. Closed integral B dot dl is equal to mu0 I. I refers the current passing through the closed loop. And the sign I is determined from the right hand rule. Right hand rule വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ സൈൻ നോക്കുക. കറണ്ട് മുകളിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് ആണോ താഴേക്ക് വരുമ്പോൾ നെഗറ്റീവ് ആണോ അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുക? റൈറ്റ് ഹാൻഡ് തമ്മിൽ വെച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുക. We have discussed a simplified form of this law. If B is directed along the tangent to every point on the perimeter L of the closed curve and the constant in magnitude along the perimeter BL is equal to mu0 IE. IE എന്ന് പറഞ്ഞിരിക്കുന്ന നെറ്റ് കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദ ക്ലോസ്ഡ് സർക്യൂട്ട് ആണ്. സോ അവിടെ ഡയറക്ഷൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നിങ്ങളൊന്ന് ആലോചിക്കണേ. ഇതാണ് കറണ്ട് പോകുന്ന ഡയറക്ഷൻ എന്ന് വിചാരിക്കും. ഞാൻ എടുത്തിരിക്കുന്ന ലൂപ്പ് ഇതാ ഇവിടെയാണ് ലൂപ്പ് എന്ന് വിചാരിക്കും. സോ ഇവിടെ ഈ കറണ്ട് ക്യാരിങ് വയറിന്റെ മാഗ്നറ്റിക് ലൂപ്പിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാ വിചാരിക്കും. ലൂപ്പ് എടുത്തിരിക്കുന്ന ഈ ഡയറക്ഷൻ ആണ്. ഇവിടെ കറണ്ട് ക്യാരിങ് വയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡും ഇതേ ഡയറക്ഷനിലേക്ക് ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ കറണ്ട് പോസിറ്റീവ് ആയിരിക്കും. സപ്പോസ് ഞാൻ ഇവിടെ വേറൊരു കറണ്ട് ക്യാരിങ് വയർ എടുക്കുന്നു. ഈ കറണ്ട് ക്യാരിങ് വയറിൽ ഈ ഒരു പോയിന്റ് ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്ക് ഉണ്ടാവുക? ഔട്ട്വേർഡ് അല്ലേ?
പുറത്തേക്കാ ഫീൽഡ് ഉണ്ടാവുക. എന്നാൽ ലൂപ്പ് എങ്ങോട്ടേക്കാ? ലൂപ്പിന്റെ ഡയറക്ഷൻ എടുത്തിരിക്കുന്ന അകത്തേക്കാണ്. സോ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കറന്റ് ഡയറക്ഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറയാൻ വേണ്ടി പറ്റും. സോ ഇവിടെ ഈ ഒരു കറണ്ട് സപ്പോസ് ഇത് I1 ഇത് I2 ആണെങ്കിൽ I1 നമ്മൾ പോസിറ്റീവ് ആയിട്ടും I2 നമ്മൾ നെഗറ്റീവ് ആയിട്ടും എടുക്കുക. കാരണം I1ന്റെ ഫീൽഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ അതേ ഡയറക്ഷനിലേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഉണ്ടാവുക, ലൂപ്പിന്റെ ഡയറക്ഷൻ. എന്നാൽ I2ന്റെ ഫീൽഡും അതേപോലെ ലൂപ്പിന്റെ ഡയറക്ഷനും ഓപ്പോസിറ്റ് ആകുമ്പോൾ I2 നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുക. ആ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. സോ 2 wires with currents 2 ampere and 1 ampere are enclosed in a circular loop. Another wire with the current 3 ampere is situated outside the loop as shown in the figure. The closed integral B dot dl around the loop. ലൂപ്പിന്റെ അകത്തുണ്ടാവുന്ന കറണ്ടിനെ മാത്രമേ നമ്മൾ നോക്കാൻ പാടുള്ളൂ. കാരണം I is the net current enclosed by the closed circuit. ക്ലോസ്ഡ് സർക്യൂട്ട് അല്ലെങ്കിൽ ക്ലോസ്ഡ് ലൂപ്പിന്റെ അകത്തുണ്ടാവുന്ന കറണ്ടിനെ മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇവിടെ 2 ആംപിയർ മുകളിലേക്ക് 1 ആംപിയർ താഴത്തേക്ക്. ഇവിടെ സൈനോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം വേറെ വാല്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. ദെൻ ഇവിടെ കറണ്ട് ഔട്ട്സൈഡ് ഉള്ള കറണ്ട് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. സോ 2 ആംപിയർ മുകളിലേക്ക്. സോ ക്ലോസ്ഡ് ഇന്റഗ്രൽ B dot dl is equal to mu0 into 2 മുകളിലേക്ക് 1 താഴത്തേക്ക് 2 minus 1 1 വരും. സോ ദ ആൻസർ വിൽ ബി mu0 എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്റ്റഡ് ആണ്. ദെൻ 7th സ്റ്റേറ്റ്മെന്റ് നോക്കൂ. മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ഡിസ്റ്റൻസ് R ഫ്രം എ ലോങ് സ്ട്രേറ്റ് വയർ ക്യാരിങ് എ കറന്റ്. ഒരു ലോങ് സ്ട്രേറ്റ് വയർ Iയിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റ് ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ B is equal to mu0 I divided by 2πr ആണ്. ഏറ്റവും കൂടുതൽ ഈ ചാപ്റ്ററിന്റെ നട്ടൽ എന്ന് പറയുന്ന ഇക്വേഷൻ ആണല്ലേ. B is equal to mu0 I divided by 2πr. കുറേ ചോദ്യങ്ങൾ ഈ റിലേഷൻ ഈ ഒരു ഇക്വേഷൻ വെച്ച് വരാറുണ്ട്. സോ ഇവിടുത്തെ ഫീൽഡ് ലൈൻസ് നോക്കുകയാണെങ്കിൽ അത് കോൺസെൻട്രിക് വിത്ത് ദ വയർ ആയിരിക്കും. ഫീൽഡ് ലൈൻസ് കോൺസെൻട്രിക് സർക്കിൾസ് ആയിരിക്കും. അതുമായി ബന്ധപ്പെട്ട് വരാൻ ചാൻസ് ഉള്ള ചോദ്യം നോക്കണം. ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡിസ്റ്റൻസ് R നിയർ എ ലോങ് സ്ട്രേറ്റ് വയർ. ലോങ് സ്ട്രേറ്റ് വയർ എന്ന് കാണുമ്പോൾ മക്കൾ ചാടി കയറി അങ്ങ് കുത്തിക്കോട്ടോ. ലോങ് സ്ട്രേറ്റ് കറണ്ട് ക്യാരിങ് വയർ എന്ന് പറയുമ്പോൾ അത് നമ്മളെ ഉദ്ദേശിക്കുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡുള്ള ഈ വയറിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ mu0 I divided by 2πr ആണ്. എന്നാൽ ചോദിച്ചിരിക്കുന്നത് എന്താ? R/2 ഡിസ്റ്റൻസ് അല്ലേ? ഡിസ്റ്റൻസ് പകുതിയായി. ഡിസ്റ്റൻസ് R/2 മാറുമ്പോൾ മക്കൾ മനസ്സിലാക്കണം, ഡിസ്റ്റൻസ് പകുതിയാവുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് എന്താവും? ഡബിൾ ആവും. ഡിസ്റ്റൻസ് പകുതിയാവുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് എന്താവും? ഡബിൾ ആവും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. കാരണം ഇവിടെ ന്യൂ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു mu0 I divided by 2π into R/2. ഈ 2 കറങ്ങി മുകളിലേക്ക് പോകുമ്പോൾ 2 into mu0 I divided by 2πr. ഈ mu0 I by 2πr എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അതിനെ 2b എന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട് ആൻസർ ഓപ്ഷൻ സി എന്ന് പറയാം. സോ മക്കളെ, ഇതൊക്കെ വളരെ ഡയറക്റ്റ് ആൻഡ് കോൺസെപ്റ്റൽ ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ വേഗം പറയുന്നത്. നിങ്ങൾ കൂടുതൽ സമയം ഇതിലേക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. ദെൻ 8th സ്റ്റേറ്റ്മെന്റ് എന്താ? The magnitude of the magnetic field inside a long solenoid. ഒരു ലോങ് സോളിനോഡിന്റെ അകത്തുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ലോങ് സോളിനോഡ്. ഇതിന്റെ അകത്തുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആക്സിസിൽ ഉണ്ടാവുന്ന ഫീൽഡ് എന്ന് പറഞ്ഞാൽ mu0 Ni ആണ്. സ്മോൾ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. എന്നാൽ അതിന്റെ താഴത്ത് നിങ്ങൾ ഒരു ഇക്വേഷൻ കണ്ടോ? ഫോർ എ ടൊറോയിഡ്. ഈ ടൊറോയിഡ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു സോളിനോഡിനെ പിടിച്ച് നമ്മൾ ബെൻഡ് ചെയ്ത് ഒരു സർക്കുലർ ഷേപ്പിലേക്ക് മാറ്റി കഴിഞ്ഞാൽ, ഈ സോളിനോഡിനെ പിടിച്ച് ഞാൻ എന്ത് ചെയ്തു? ഒരു സർക്കുലർ ഷേപ്പിലേക്ക് മാറ്റി കഴിഞ്ഞാൽ, സോളിനോഡ് ബെൻഡ് ഇൻ ടു ദ ഫോം ഓഫ് എ റിംഗ്. ഒരു റിംഗിന്റെ ഷേപ്പിലേക്ക് മാറ്റി കഴിഞ്ഞാൽ, അത് വരയ്ക്കുന്നതിലുള്ള പോരായ്മ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. സോ റിംഗിന്റെ ഷേപ്പിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇതിന്റെ അകത്തുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ ആണ് ആ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ അകത്ത് ടൊറോയിഡിന്റെ അകത്തുണ്ടാവുന്ന, ടൊറോയിഡ് മീൻസ് എ സോളിനോഡ് ഈസ് ബെൻഡ് ഇൻ ടു ദ ഫോം ഓഫ് എ റിംഗ്. അപ്പൊ ഇതിന്റെ അകത്തുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷനും mu0 Ni തന്നെയാണ്. പക്ഷെ അവിടുത്തെ സ്മോൾ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഡിവൈഡ് ബൈ 2πr ആണ്. 2πr നമ്പർ ഓഫ് ടേൺസ് പെർ 2πr. 2πr എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആവറേജ് റേഡിയസ് ആണ്. ഈ സ്മോൾ r എന്ന് പറഞ്ഞാൽ ആവറേജ് റേഡിയസ് ആയിരിക്കും കേട്ടോ. അപ്പം mu0 Ni സ്മോൾ n എന്ത് കൊടുക്കണം? n/2πr എന്ന് കൊടുക്കണം. സോ അതുമായി ബന്ധപ്പെട്ട് നീറ്റിൽ വന്നൊരു ചോദ്യമാണിത്. എന്താണിത്? എ ലോങ് സോളിനോഡ് ഓഫ് 50 cm ലെങ്ത് ഹാവിംഗ് 100 turns carries a current of 2.5 ampere. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ സോളിനോഡ്. സോളിനോഡിന്റെ സെന്ററിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ mu0 Ni ആണ്. സ്മോൾ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു I ആണ്. mu0യുടെ വാല്യൂ 4π × 10⁻⁻⁷ ആണ്. നമ്പർ ഓഫ് ടേൺസ് 100 ആണ്. കറണ്ട് 2.5 ആണ്. ലെങ്ത് 50 cm, 50 × 10⁻²ആണ്. ഈ 50യും 100ഉം കട്ട് ചെയ്താൽ 2 വരും. 2 × 2.5 5 വരും. 5 × 4 20 വരും. 20π × 10⁻⁻⁷. 10⁻² മുകളിലേക്ക് പോകുമ്പോൾ +2 വരും. സോ 20π × 10⁻⁻5 വരും. എടാ മക്കളെ 2π × 10⁻⁻4 വരും. എടാ 2π എന്ന് പറഞ്ഞാൽ എത്രയാടാ? 2π എന്ന് പറഞ്ഞാൽ 6.28 × 10⁻⁻4 ടെസ്ല എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും. ഇത് ഇങ്ങനത്തെ ഡയറക്റ്റ് ചോദ്യങ്ങൾ തന്നെ വരെ. ഇക്വേഷൻസ് പ്രോപ്പർ ആയിട്ട് കോൺസെപ്റ്റ് വൈസ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് വേഗം ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ പാരലൽ കറൻസ്.
ഒമ്പതാമത്തെ പോയിന്റ്സ് ആണ് പാരലൽ കറന്റ്സ് അട്രാക്ട് ആൻഡ് ആന്റി പാരലൽ കറന്റ്സ് റിപ്പൽസ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യം വന്ന് നോക്ക്. ടു ഫ്രീ പാരലൽ വയേഴ്സ് ക്യാരിങ് കറന്റ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. കറണ്ട് പാരലൽ വയേഴ്സിൽ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അവരുടെ സ്വഭാവം എന്തായിരിക്കും? റിപ്പൽ ചെയ്യൂലേ, റിപ്പൽ ഈച്ച് അതർ. എന്തായിരിക്കും മക്കളെ? റിപ്പൽ ഈച്ച് അതർ. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അതെന്തായിരിക്കും? അട്രാക്ട് ഈച്ച് അതർ, അട്രാക്ട് ഈച്ച് അതർ. ദെൻ ഒരു പ്ലെയിനാർ ലൂപ്പ് ക്യാരിങ് കറണ്ട് ആയി. അപ്പോൾ അത് n ടേൺസ് ആണെങ്കിൽ അതിനൊരു മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാവും. ഒരു കറണ്ട് ക്യാരിങ് ലൂപ്പിന്റെ മാഗ്നറ്റിക് മൊമെന്റ് ഇക്വേഷൻ NIA ആണ്. സോ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് മൊമെന്റ് ഈസ് ഗിവൺ ബൈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചാണ് നമ്മൾ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് മൊമെന്റ് ഉപയോഗിക്കുക. Curl the palm of your right hand along the loop with the fingers pointing in the direction of current. The thumb sticking out gives the direction of magnetic moment. Magnetic moment direction എന്ന് പറഞ്ഞാൽ ഏരിയ വെക്ടർ ഡയറക്ഷൻ തന്നെയാണ്. സോ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മാഗ്നറ്റിക് മൊമെന്റ് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഈ ലൂപ്പ് നമ്മളൊരു യൂണിഫോം, ഒരു കറണ്ട് ക്യാരിങ് ലൂപ്പ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവച്ചാൽ, ഒരു യൂണിഫോം ഫീൽഡിൽ കൊണ്ടുവച്ചാൽ അതിന്റെ മുകളിൽ എക്സൈഡ് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും. ആൻഡ് അതിന്റെ മുകളിൽ എക്സൈഡ് ചെയ്യുന്ന ടോർക്ക് ആയിരിക്കും M ക്രോസ് B ഓർ MB സൈൻ തീറ്റ. ടോർക്ക് ഈസ് ഈക്വൽ ടു ഒരു കറണ്ട് ക്യാരിങ് ലൂപ്പ് നമ്മൾ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവച്ചാൽ അതിന്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്കിന്റെ ഇക്വേഷൻ ആണ് M ക്രോസ് B ഓർ MB സൈൻ തീറ്റ. ഇവിടെ ഇതേ കോൺസെപ്റ്റ് ആണ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്? മൂവിംഗ് കോയിൽ ഗാലനോമീറ്ററിൽ ഉപയോഗിക്കുന്നത്. മൂവിംഗ് കോയിൽ ഗാലനോമീറ്റർ ടോർക്ക് ഈസ് ബാലൻസ്ഡ് ബൈ, ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു കറണ്ട് ക്യാരിങ് ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവെക്കുമ്പോൾ ഉണ്ടാവുന്ന ടോർക്ക് ബാലൻസ് ചെയ്യാൻ അവിടെ ഒരു സ്പ്രിംഗ് കൊണ്ടുള്ള ഒരു കൗണ്ടർ ടോർക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മൂവിംഗ് കോയിൽ ഗാലനോമീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പഠിക്കുന്ന കാര്യമാണത്. അപ്പോൾ അവിടെ പഠിക്കാനുള്ള ഇക്വേഷൻ എന്താ? K5 is equal to NIAB. K5 is equal to NIAB. ഇതെന്ന് പറഞ്ഞാൽ ടോർക്ക്, മാക്സിമം ടോർക്ക്. ഇതെന്ന് പറഞ്ഞാൽ കൗണ്ടർ ടോർക്ക്, സ്പ്രിംഗ് കൊടുക്കുന്ന കൗണ്ടർ ടോർക്ക്. അപ്പോൾ phi is the equilibrium deflection and K is the torsional constant of the spring. അപ്പോൾ ഈ ഓരോ ടേമുകളിൽ മാർക്ക് ചെയ്ത ഓരോ പോയിന്റുകളും എന്താണെന്ന് മക്കൾ മനസ്സിലാക്കി വെക്കണം. അതുപോലെ എന്താണ് മാഗ്നറ്റിക് മൊമെന്റ്? വാട്ട് ഈസ് മാഗ്നറ്റിക് മൊമെന്റ്? മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ലൂപ്പിൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു കറന്റ് ഇൻറ്റു ഏരിയ. ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത് എ വയർ ഓഫ് ലെങ്ത് 2 മീറ്റർ ഈസ് ബെൻഡ് ഇൻ ടു എ സർക്കുലർ ലൂപ്പ്. അപ്പോൾ സർക്കുലർ ലൂപ്പ് ആക്കി തിരിക്കണമെങ്കിൽ സർക്കുലർ ലൂപ്പിന്റെ പെരിമീറ്റർ അല്ലേ തന്നിരിക്കുന്നത് 2. ഒരു 2 മീറ്റർ ലെങ്ത് ഉള്ള വയറിനെ നമ്മൾ സർക്കുലർ ലൂപ്പ് ആക്കി മാറ്റുകയാണെങ്കിൽ ആ സർക്കുലർ ലൂപ്പിന്റെ പെരിമീറ്റർ ആണെന്ത്? 2. That is 2 pi r is equal to 2. So r is equal to 2 divided by 2 pi. That will give 1 by pi. ഇവിടെ മക്കളെ കറണ്ട് ഇൻറ്റു ഏരിയ, എന്താ ഏരിയ? പൈ ഇൻറ്റു ആർ സ്ക്വയർ അല്ലേ? സോ I ഇൻറ്റു പൈ ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ 1 by pi. 1 by pi സ്ക്വയർ പൈ സ്ക്വയർ, പൈ സ്ക്വയർ ക്യാൻസൽ ചെയ്താൽ കറണ്ട് 1 ആണ്. സോ 1 divided by pi എന്ന് വരും. 1 divided by pi. മാഗ്നറ്റിക് മൊമെന്റ് യൂണിറ്റ് ആംപിയർ, കറണ്ടിന്റെ ഏരിയ ആംപിയർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. സോ 1 by pi ആംപിയർ മീറ്റർ സ്ക്വയർ. ദെൻ അതുപോലെ ഇമ്പോർട്ടന്റ് ആയ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇലക്ട്രോൺ മൂവിംഗ് അറൌണ്ട് ദ സെൻട്രൽ ന്യൂക്ലിയസ് ആസ് എ മാഗ്നറ്റിക് മൊമെന്റ്. ഒരു ഇലക്ട്രോൺ ഒരു ഓർബിറ്റിൽ കടന്ന് കറങ്ങുമ്പോൾ അതിനൊരു മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട്. ആ മാഗ്നറ്റിക് മൊമെന്റ് ഇക്വേഷൻ ആണ് E/2m × L. വേർ ന്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് മാഗ്നറ്റിക് മൊമെന്റ്. ഈ L എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെന്റം ആണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്ത് വെച്ചോളാം. L is the magnitude of the central magnitude of the angular momentum. The smallest value of nu L is called Bohr magneton, and Bohr magneton value 9.27 into 10 raised to minus 24 joule per Tesla. അതുപോലെ ഈ ന്യൂ എൽ ഡിവൈഡ് ബൈ എൽ ഇസ് ഈക്വൽ ടു E/2m എന്ന് വിളിക്കാറുണ്ട്. ഇതിന് വേറൊരു പേരുണ്ട്, അത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? മാഗ്നറ്റിക് മൊമെന്റ് ടു ആംഗുലാർ മൊമെന്റത്തെ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താണത്? മാഗ്നറ്റിക് മൊമെന്റ് ടു ആംഗുലാർ മൊമെന്റത്തെ വിളിക്കുന്ന പേരാണ് ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ. എന്ത് റേഷ്യോ? ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ. അത് ഓർക്കണം കേട്ടോ. യെസ്. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് മൂവിംഗ് കോയിൽ ഗാലനോമീറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അമ്മീറ്റർ ആക്കി മാറ്റുന്നുണ്ട്. എങ്ങനെ? ബൈ ഇൻട്രൊഡ്യൂസിങ് എ ഷണ്ട് റെസിസ്റ്റൻസ് ഓഫ് പാരലൽ. അത് നമുക്ക് വോൾട്ടിമീറ്റർ ആക്കി മാറ്റാൻ വേണ്ടി പറ്റും ബൈ ഇൻട്രൊഡ്യൂസിങ് എ റെസിസ്റ്റൻസ് ഓഫ് ലാർജ് വാല്യൂ ഇൻ സീരീസ്. സീരീസിൽ നമ്മളൊരു ഹൈ റെസിസ്റ്റൻസ് സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ അത് വോൾട്ടിമീറ്റർ ആയിട്ട് മാറുകയും മൂവിംഗ് കോയിൽ ഗാലനോമീറ്റർ നമ്മളൊരു സ്മോൾ റെസിസ്റ്റൻസ് പാരലൽ കണക്ട് ചെയ്യുമ്പോൾ അത് അമ്മീറ്റർ ആയിട്ട് മാറുകയും ചെയ്യും. സോ അമ്മീറ്റർ ആക്കി മാറ്റാൻ വേണ്ട ഷണ്ട് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ആണ് IgG ഡിവൈഡഡ് ബൈ I-Ig. ദെൻ വോൾട്ടിമീറ്റർ ആക്കി മാറ്റാനുള്ള ഹൈ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ആണ് V/Ig - G. ഈ G എന്ന് പറയുന്നത് ഗാലനോമീറ്റർ റെസിസ്റ്റൻസ് ആണ്. IG എന്ന് പറഞ്ഞാൽ ഗാലനോമീറ്ററിലൂടെ പോകാൻ പറ്റുന്ന മാക്സിമം കറണ്ട് ആണ്. അത് രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി നമുക്ക് ചെയ്യാം. എ ഗാലനോമീറ്റർ ഹാവിംഗ് ഇന്റേണൽ റെസിസ്റ്റൻസ് 10 ohm. ഗാലനോമീറ്റർ റെസിസ്റ്റൻസ് 10 ohm ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. റിക്വയർഡ് 0.01 ആംപിയർ ഫോർ എ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ. ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കാണിക്കാനുള്ള കറണ്ട് തന്നിട്ടുണ്ട്. IG is given. To convert this galvanometer to voltmeter of full scale deflection of 120 volt. അതായത് 120 വോൾട്ട് കാണിക്കുന്ന ഒരു വോൾട്ട്മീറ്റർ ആക്കി മാറ്റണമെങ്കിൽ ഹൈ റെസിസ്റ്റൻസ് സീരീസിൽ കണക്ട് ചെയ്യണം. അപ്പോൾ സീരീസ് ആണ് ആൻസർ വരിക, പാരലൽ അല്ല. സോ R is equal to V/Ig - G. സോ AO CO ആണ് ആൻസർ. V എത്രയാണ്? 120. 0.01 എന്ന് പറയുമ്പോൾ 10 raised to -2 മൈനസ് G 10 ആണ്. 120 ഇൻറ്റു മുകളിലേക്ക് 2 പൂജ്യം കഴിഞ്ഞാൽ 12,000 - 10. 12,000 നിന്ന് 10 പോയി കഴിഞ്ഞാൽ
11,990 ഓം അല്ലേ? 11,990 ഓം എങ്ങനെ കണക്ട് ചെയ്യണം? സീരീസിൽ കണക്ട് ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. 11,990 ഓം സീരീസ്. സോ ഈ ചാപ്റ്ററിലെ മൂവിംഗ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം എന്നുള്ള ചാപ്റ്ററിലുള്ള സമ്മറിയിലെ എല്ലാ പോയിന്റ്സും നമ്മൾ കഴിഞ്ഞു. ഈ ചാപ്റ്ററിൽ കുറെ ടേംസുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ NCERT അവസാനം എന്ത് ഉണ്ടാവാറുണ്ട്? ഒന്നെങ്കിൽ ഇതിന്റെ ഡയമെൻഷൻസ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ നിന്ന് വരുന്ന ഡയമെൻഷൻസിന്റെ മാച്ച് ദ ഫോളോയിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആ മാച്ച് ദ ഫോളോയിങ് കൂടി നിങ്ങൾ സ്ട്രോങ് ആക്കണമെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി അവസാനം വായിക്കാം. പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ന്യൂസീറോന്റെ ഡയമെൻഷൻ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയമെൻഷൻ, മാഗ്നറ്റിക് മൊമെന്റിന്റെ ഡയമെൻഷൻ, ടോർഷണൽ കോൺസ്റ്റന്റ് ഡയമെൻഷൻ. ഓക്കെ, സോ ഈ ഡയമെൻഷൻസ് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിന്റെ മാച്ച് ദ ഫോളോയിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ഗൈസ്, ഇത്രയും പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണ്. അതുമായി ബന്ധപ്പെട്ട എല്ലാ പോയിന്റ്സും ക്ലിയർ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു മൈ ഡിയേഴ്സ്, താങ്ക് യു ഓൾ ഓഫ് യു, താങ്ക് യു. സോ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. മാക്സിമം സമയം നമ്മൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. മാക്സിമം സമയം യൂട്ടിലൈസ് ചെയ്യുക, പഠിക്കാൻ വേണ്ടി മാത്രം യൂട്ടിലൈസ് ചെയ്യുക, അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷനാണ് നിങ്ങളെ റാങ്കിനെ ഡിഫൈൻ ചെയ്യുന്നത്. സോ അതിലേക്കുള്ള നമ്മുടെ എല്ലാ എഫേർട്ടും നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. സോ മാക്സിമം നിങ്ങൾ പഠിക്കുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്, ബൈ, താങ്ക് യു.